ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമര കോലാഹലങ്ങൾ സത്യത്തിൽ എന്തിനു വേണ്ടിയാണ്? സാധാരണ ജനങ്ങളുടെ ജീവസന്ധാരണ പ്രശ്നങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുള്ള പ്രതിഷേധമാണോ ഇത്? കരിങ്കൊടി കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ ചോദ്യമുണ്ട്. ഈ സമരം സ്പെസിഫിക് ആയിട്ടുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരമല്ല. അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ അത് ഒരു എഡ്ജ് ഉണ്ടാക്കി അവസാനിക്കാൻ പാടില്ല. പകരം നവകേരള സദസ്സിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വലിയ സമരം നടക്കുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനാണ്. പക്ഷേ ഈ അവസാന ദിവസങ്ങളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ഈ സമരം പ്രതിപക്ഷം വളരെ ഒരു സമരോർജ്ജ രൂപമായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പൊതുവെ ആളുകൾ പറയുന്നുണ്ട്. വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ കരിങ്കൊടി പ്രതിഷേധകരോട് സ്വീകരിച്ച സമീപനത്തോടുള്ള പ്രതിഷേധമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ കണ്ണൂർ മുതൽ കൊല്ലം വരെ ഇവർ കാത്തിരുന്ന എന്തിനാണ്? ഇത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പ്രൗഢഗംഭീരമായി ഞങ്ങളുടെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് അവസാനിക്കാൻ പോവുകയാണെന്ന് സർക്കാർ പറയുന്നു. അതിൽ നിന്ന് കാഴ്ചയെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യിക്കണം. കേരളത്തിൻ്റെ കാഴ്ച ഷിഫ്റ്റ് ചെയ്യിക്കണം. തലക്കെട്ടുകളിൽ മാറ്റം വരുത്തണം. അതിന് അവർ അവസാനത്തെ ഒരു 4 ദിവസത്തേക്ക് 4 സമരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. KSUക്കാരുടെ സമരം, യൂത്ത് കോൺഗ്രസിൻ്റെ സമരം, ഒപ്പം നിയമസഭാ സാമാജികരുടെ സമരം, KPC നേതാക്കളുടെ സമരം. KSUവിൻ്റെ സമരമൊക്കെ തുടങ്ങും മുതൽ തന്നെ വലിയ തോതിൽ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ്. നവകേരള സദസ്സിൻ്റെ എല്ലാം വലിച്ചു കീറുന്നു, CPMൻ്റെ കൊടിക്ക് നേരെ കല്ലെറിയുന്നു, വണ്ടിപ്പെരിയാറിലാണെപ്പോഴും CPMൻ്റെ ആഫീസിന് കല്ലെറിയുന്നു. KSUവിൻ്റെ സമരം യൂത്ത് കോൺഗ്രസിൻ്റെ സമരം പരമാവധി പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ട് പോലീസ് അതിനകത്ത് ഒരു സംയമനം എടുക്കുകയാണ്. കോൺഗ്രസ് അതിന് ബദലായിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, കുറ്റവിചാരണ സദസ്സ്. ഈ കുറ്റവിചാരണ സദസ്സിൽ എവിടെയെങ്കിലും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിൻ്റെ 10% ആളുകളെ അണിനിരത്താൻ ഇവർക്ക് പറ്റിയോ? ഇവരുടെ ഹാർഡ് കോർ പാർട്ടിക്കാരായിട്ടുള്ള കുറേ ആളുകൾ വരും. 50%-ലധികം കസേരകൾ എല്ലായിടത്തും ഒഴിഞ്ഞു കിടക്കും. നേതാക്കൾ വന്ന് പ്രസംഗിക്കും, പോകും. കേവലം ഒരു പാർട്ടി പരിപാടിയൊക്കെ അതിനെ ചുരുക്കി. അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസിനപ്പുറത്തേക്ക് ആ പരിപാടി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതൊരു തരം മാസ് ഡയലോഗ് സമരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളൊക്കെ അവരുടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ, അവരുടെ ഒരു നേതൃഭാവം പ്രകടിപ്പിക്കാൻ, ആൻഡ് ദേ ആർ മേക്കിംഗ് സം റിയൽ മൊമെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളികളുടെയൊക്കെ പിണറായി വിജയൻ സർക്കാരിനും CPMനും ധാർഷ്ട്യമാണെങ്കിൽ അതേ ധാർഷ്ട്യത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നായകന്മാർ എവിടെയുണ്ടെന്നൊക്കെ കാണിക്കാനുള്ള സമരം. ഈ സർക്കാർ എന്തോ ചെയ്യാതെ ഒന്നും പറയുന്നില്ല, വെറുതെ കരിങ്കൊടി കാണിക്കുകയാണ്. അങ്ങനെ എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം ഇപ്പോൾ സമരം ചെയ്യുന്നത് വെച്ചാൽ അത് അവർക്ക് തന്നെ അറിയില്ല എന്തിനാ സമരം എന്നുള്ളത്.